ശ്രീനിവാസൻ എന്ന അതുല്യ കലാകാരന്റെ ജീവിതവും ഓർമ്മകളും, അച്ഛനെക്കുറിച്ച് മക്കൾ പറഞ്ഞ വാക്കുകളും, മക്കളോടുള്ള അദ്ദേഹത്തിന്റെ പ്രകടിപ്പിക്കാത്ത സ്നേഹവുമൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വീഡിയോകളിൽ നിറയുന്നത്. അച്ഛനെ ഏറെ വൈകി സ്നേഹിച്ചു തുടങ്ങിയ ആളാണ് മകൻ ധ്യാൻ ശ്രീനിവാസൻ. അച്ഛന് സുഖമില്ലാതായി വീട്ടിൽ വിശ്രമ ജീവിതത്തിലേക്ക് കടന്ന ശേഷമാണ് അച്ഛൻ മകൻ എന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങിയതുപോലും. അതുവരെ താനുണ്ടാക്കിയ പ്രശ്നങ്ങൾ കാരണം ഹൃദയം പൊട്ടിക്കരഞ്ഞ അച്ഛനമ്മമാരെ കണ്ട ധ്യാൻ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളെ ആയിട്ടുള്ളൂ നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നിട്ട്. അതിനുശേഷമാണ് അച്ഛനൊപ്പം നിൽക്കാൻ തുടങ്ങിയതും ആ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങിയതും. എന്നാൽ ആ സ്നേഹം കിട്ടി കൊതി തീരും മുന്നേ മരണം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയപ്പോൾ നെഞ്ചുപൊട്ടി കരയുകയായിരുന്നു ധ്യാൻ. ഇന്നലെ ഈ വീട്ടുമുറ്റത്ത് കണ്ട കരച്ചിലിന് പിന്നിലെ കാരണവും ഇതായിരുന്നു. ഇപ്പോഴിതാ അച്ഛൻ ആ വീട്ടിൽ ഇല്ലാതെ പുലർന്ന ആദ്യ ദിവസം വീർപ്പുമുട്ടലിന്റെ നെറുകയിലാണ് ധ്യാനും വിനീതുമെല്ലാം ഉള്ളത്. മുറ്റത്തെ അച്ഛന്റെ ചിത കത്തിത്തീർന്നിരുന്നു. അതിൽ അവശേഷിക്കുന്നത് ഏതാനും അസ്ഥികഷ്ണങ്ങളും ഒരു പിടി ചാരമായ അച്ഛനും മാത്രമാണ്. അസ്ഥികഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് അടുത്ത ദിവസത്തെ ചടങ്ങുകൾക്കായി എടുത്തു വച്ചത് വിനീതാണ്. അതേസമയം തന്റെ ഒരു ഭാഗം തന്നെ പറഞ്ഞുപോയ വേദനയിലാണ് ഭാര്യ വിമലയുള്ളത്. ഷൂട്ടിങ്ങിന്റെ തിരക്കുകളുമായി ബന്ധപ്പെട്ട് യാത്രയിലായിരുന്ന ശ്രീനിവാസൻ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിത്തുടങ്ങിയപ്പോഴാണ് വീട്ടിൽ തന്നെ ആയത്. അപ്പോൾ മുതൽ ഊണിലും ഉറക്കത്തിലും എന്ന പോലെ വിമല അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കിയായിരുന്നു വിമലയുടെ ജീവിതം. എന്നാൽ ഇപ്പോൾ തന്റെ പ്രാണന്റെ പാതി തന്നെ വേർപെട്ടുപോയ അവസ്ഥയിലാണ് വിമലയുള്ളത്. ആൾത്തിരക്കുകളെല്ലാം ഒഴിഞ്ഞ ആ വീട്ടിൽ ഇപ്പോൾ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമേ ഉള്ളൂ. ശ്രീനിവാസന്റെ പേരക്കുട്ടികൾ പതുക്കെ മൂവരും ഒത്തുചേർന്നതിന്റെ കളികളിലേക്ക് മാറുന്നുണ്ടെങ്കിലും മൂത്ത പേരക്കുട്ടിയായ വിനീതിന്റെ മകന് ഇപ്പോഴും അച്ചാച്ചനില്ലാത്തതിന്റെ സങ്കടമുണ്ട്. ഇന്നലെ സംസ്കാര ചടങ്ങിലുടനീളം ഏങ്ങലടിച്ചു കരയുന്ന അവന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. രാവിലെ തന്നെ സത്യനന്ദിക്കാട് വീട്ടിലേക്ക് എത്തുകയും മക്കൾക്കൊരു താങ്ങായി ഒപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇന്നലെ അങ്ങേയറ്റം വൈകാരികമായ നിമിഷങ്ങൾക്കാണ് കണ്ടനാട്ടെ വീടും പരിസരവും സാക്ഷിയായത്. ഒരിക്കൽ പോലും ധ്യാനിനെയും വിനീതിനെയും ഇങ്ങനെ മലയാളി പ്രേക്ഷകർ കണ്ടിട്ടേയില്ല. അത്രത്തോളം മനസ്സു തകർന്നായിരുന്നു ഇരുവരും നിന്നത്. മക്കളായ വിനീതും ധ്യാനും അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചപ്പോൾ വിനീത് ശ്രീനിവാസനാണ് ആദ്യം ചിതയ്ക്ക് തീ കൊളുത്തിയത്. ഒരേ സമയം മലയാളത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തും നടനുമായ ശ്രീനിവാസനെ പേനയും പേപ്പറും നെഞ്ചോട് ചേർത്ത് ആ പേപ്പറിൽ എന്നും എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന പതിവ് ശ്രീനിവാസൻ വാക്കുകൾ എഴുതിവച്ചാണ് ആത്മസുഹൃത്ത് സത്യനന്ദിക്കാട് യാത്രയാക്കിയത്. അവസാനമായി പ്രിയതാരത്തെ ഒരു നോക്കു കാണാൻ കണ്ടനാട്ടെ വീട്ടിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തിയതും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.